നമസ്കാരം. സ്ത്രീ സുരക്ഷയുള്ള കേരളം, സ്ത്രീകൾക്ക് പ്രാമുഖ്യമുള്ള കേരളം, സ്ത്രീകളെ മുൻഗണനാക്രമത്തിൽ മുന്നോട്ട് വരുത്തുവാൻ ശ്രമിക്കുന്ന കേരളം, വനിതകളെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്ന കേരളം എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഉൾക്കൊള്ളുവാനുള്ള കരുത്ത് എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാകും. ഒരു വനിതാ മുഖ്യമന്ത്രി എന്തുകൊണ്ടുണ്ടായില്ല? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുമ്പോഴും അവരിലെല്ലാം ചിലപ്പോഴെങ്കിലുമൊക്കെ എത്തപ്പെടുന്ന ഒന്നോ രണ്ടോ ചെറിയ മുഖങ്ങളുണ്ടാകും ഈ വനിതാ പ്രാതിനിധ്യമായിട്ട്. പക്ഷേ പരിണിതപ്രജ്ഞരായ പല നേതാക്കളുണ്ടായിട്ടും ആ വനിതാ രത്നങ്ങളെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കിയില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വനിതാ മുഖ്യമന്ത്രിയോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. പിണറായി വിജയൻ ഉള്ളപ്പോൾ വേറെ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട, പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു ചർച്ച ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടേ ഇല്ല എന്നുകൂടി ആ CPM നേതാവായിട്ട് ജി സുധാകരൻ തുറന്നു പറയുന്നു. കെ ശൈലജയുടെ പേര് പത്രത്തിൽ മാത്രം വന്നതാണ് എന്നും പിണറായി വിജയൻ ഉള്ളപ്പോൾ വേറെ ആരെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കേണ്ട എന്നുകൂടി സുധാകരൻ പറയുന്നുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് ഉടനെ ഒന്നും CPM ചിന്തിക്കേണ്ട എന്ന് പറയാതെ പറയുകയാണ് സുധാകരൻ ഒരു മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. കെ ശൈലജയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും ആ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹം വന്നതുകൊണ്ടാണ്. കാരണം ഈ വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടേ ഇല്ല. അതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ്. കെ ശൈലജയുടെ പേര് പത്രത്തിൽ വന്നപ്പോൾ മാത്രമാണ് പാർട്ടിക്കാർ പോലും അറിഞ്ഞത് എന്നാണ്. പാർട്ടിയിൽ അങ്ങനെ വന്നിട്ടില്ല. താനുള്ളപ്പോഴൊന്നും പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അത് ഞാൻ പലയിടത്തും അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും. കാരണം പിണറായി വിജയനെ പോലെ ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകും, അത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ് എന്നാണ്. അപ്പോൾ പിന്നെ ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി എന്നാണ് ചോദിക്കുന്നത്. പാർട്ടിയിൽ ഒരു രണ്ടാം നില വേണം. ആ രണ്ടാം നില അതുണ്ട്, അത് ഉചിതമായ ഒരു സമയത്ത് അത് വരിക തന്നെ ചെയ്യുമെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം പാർട്ടിയെ പറ്റിയുള്ള അടിസ്ഥാനപരമായ അറിവ് വളരെ പ്രധാനമാണ്. അനുഭവങ്ങൾ അതൊരു പ്രധാന ഘടകമാണ്. അത് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പ്രത്യയശാസ്ത്രപരമായ അറിവ് പാർട്ടിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത് തിരുത്തേണ്ടതാണ് എന്നും നേതാക്കളെ അതൊക്കെ പഠിപ്പിക്കേണ്ടതാണ് എന്നും എന്തെങ്കിലും കുത്തി നിറച്ചാൽ ഒരു നേതാവ് വരികയില്ല എന്നും പറയുന്നുണ്ട്. പഠിച്ച സമർത്ഥന്മാർ തലമുറയിൽ വരണം. അങ്ങനെയുള്ളവർ CPM കുറവാണ്. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. പരിഹരിക്കാനാണ് പ്രസ്ഥാനം ആദ്യം ശ്രമിക്കേണ്ടത്. ഒരു പുതുതലമുറയിലെ ആൾക്കാർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അറിവ് അതുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ജി സുധാകരൻ്റെ വാദം. പക്ഷേ ജി സുധാകരൻ്റെ വാദത്തിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് കെ ശൈലജയെ പോലൊരു നേതാവിനെ വനിതാ മുഖ്യമന്ത്രിയാക്കി കാണാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമാണ്. എത്ര കാലമായി? 1952 മുതൽ ഇങ്ങോട്ട് എത്ര കാലമായി ഇങ്ങനെ ഇവിടെ തുടർഭരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു? ആരൊക്കെ മുഖ്യമന്ത്രിയാകുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാക്കാത്തത്? ഒരു വനിതാരത്നത്തെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കിയില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്ന CPMകാർ പറയാറുണ്ടല്ലോ, വനിതകൾക്ക് സ്ത്രീ സംരക്ഷണം, സ്ത്രീകൾക്ക് ഉന്നത പദവി, സ്ത്രീകളെ സംരക്ഷിക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇവിടെ ഇപ്പോൾ ഈ വടകരയിൽ കൊണ്ടു നിർത്തി കെ ശൈലജയെ പരാജയപ്പെടുത്തിയത് പോലും അതിൻ്റെ ഒരു ഭാഗമാണ്. ജനപ്രീതിയിൽ പിന്നിലാണ് എന്ന് കാണിക്കുന്നതിനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലൂടെ നേടിയെടുത്തത്. വിജയിച്ചിരുന്നുവെങ്കിൽ ഈ കെ ശൈലജ എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും അകന്നകന്ന് പോയേനെ എന്നും വിശ്വസിച്ചിരുന്നു. പക്ഷേ ജയിച്ചാലും തോറ്റാലും പിണറായിക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, ഈ കെ ശൈലജയെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടാൽ പിന്നെ അവർ കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവരുടെ മുഖം പോലും ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെതിരായി നിൽക്കുവാൻ ഒരു വനിതാ സാരഥി വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും ആരില്ല എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, പരാജയപ്പെട്ടാൽ ഇത്രയും ജനകീയതയുള്ള ഒരു നേതാവല്ല കെ ശൈലജ എന്നുള്ള തെളിവാണ് ഇത് എന്ന് പറയിപ്പിക്കാൻ അതിൻ്റെ ശ്രമം കൂടി നടത്തി എന്നുള്ളതാണ്. എന്തായാലും ഒരു വനിതയെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനെ പോലുള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ അവരാരെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കെ ശൈലജയെ പോലൊരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായേനെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എന്നേ കെ ശൈലജ ആയിത്തീർന്നേനെ. അതാകാൻ സമ്മതിക്കാത്തത് പിണറായി വിജയൻ്റെ ഗർവവും ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. പക്ഷേ ഇനി അത് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. പരാജയത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ ഇനി ഒരു പടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. പക്ഷേ ഇനി ചിലപ്പോൾ ആ പാർട്ടി ചില തീരുമാനങ്ങൾ ഉൾക്കൊണ്ടാൽ, അങ്ങനെ നേടിയെടുത്താൽ, പിണറായി വിജയനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ പിന്നൊരു വനിതാ മുഖ്യമന്ത്രിക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് കെ ശൈലജയായിരിക്കും. അങ്ങനെയെങ്കിലും ഈ പാർട്ടി ഒരു നേര് ചെയ്യേണ്ടതുണ്ട്. വനിതാ മുഖ്യമന്ത്രിയായിട്ട് കെ ശൈലജയെ നിങ്ങൾക്ക് കൊണ്ടുവരിക. ഈ നിറം മങ്ങിപ്പോയ നിങ്ങളുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കുകയെങ്കിലും ചെയ്യാം കെ ശൈലജയിലൂടെ.